ഇസ്ലാമിക് ബിഹേവിയർ അല്ലേ? ഇസ്ലാമിക് ബിഹേവിയർ എന്താ? ബിഹേവിയർ എന്ന് പറഞ്ഞാല് എന്റെ പെരുമാറ്റം അല്ലേ? പെരുമാറ്റത്തിൽ എന്തൊക്കെ വരും? പെരുമാറ്റത്തിൽ വരുന്ന ഒരു സാധനം ഉണ്ട്. എന്താണത്? പെരുമാറ്റത്തിൽ എൻ്റെ സംസാരം വരും. സംസാരം ആരോടൊക്കെ? ഞാൻ പ്രധാനമായും എൻ്റെ രക്ഷിതാക്കളോട്, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന് തൃപ്തിയല്ലാത്ത, അതെനിക്ക് ദേഷ്യം പിടിച്ചാലും വേണ്ട, ദേഷ്യം പിടിച്ചില്ലേലും വേണ്ടില്ല, ഞാൻ പറയലുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. എനിക്ക് ദേഷ്യം പിടിച്ചില്ല എന്നുള്ളത് അത് വേറെ വിഷയമാണ്. ദേഷ്യം പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യാൻ പാടുണ്ടോ ഒന്നാമത്തെ ചോദ്യം. കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു മുസ്ലിം പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വൾഗറായ മോശമായ ടോക്ക്, ഡിസ്കഷൻസ് ഞങ്ങൾക്കിടയിൽ വരാറുണ്ടോ? ബിഹേവിയറാണ്. ദെൻ എനിക്ക് അനുവാദമില്ലാത്ത, ബന്ധപ്പെടാൻ കഴിയാത്ത അന്യ പുരുഷന്മാരെന്നുവെച്ചാൽ അന്യ ചെക്കന്മാരുമായി കൊണ്ട് അനുവദനീയമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയോ ചാറ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ടോ? ഇത് എനിക്ക് അറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. നമ്മളെ മാർക്ക് ഇടേണ്ടത് അള്ളാഹിനനുസരിച്ചിട്ടാണ്. ഓക്കെ, എനിക്ക് അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ മോശമായ ചില കാര്യങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതാണ് സംസാരവുമായി ബന്ധപ്പെട്ടിട്ട്. ദെൻ എന്താണ്? പേഴ്സണാലിറ്റി. അതും ബിഹേവിയറിൽ വരൂലേ? വരും. ഇതാണോ നിങ്ങൾ ശരിക്കുള്ള പേഴ്സണാലിറ്റി? ആണോ? നോ. ഇത് നിങ്ങൾ IGM പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങളുടെ ഉമ്മാന്റെ മകളാവും. അതാണ് നിങ്ങൾ ശരിക്കുള്ള പേഴ്സണാലിറ്റി? നോ, അതുമല്ല നിങ്ങൾ ശരിക്കുള്ള പേഴ്സണാലിറ്റി. നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോയാൽ നിങ്ങൾ ഒന്നും കൂടി ഓപ്പൺ ആവും. അതല്ല നിങ്ങൾ ശരിക്കുള്ള പേഴ്സണാലിറ്റി? അല്ല, അതുമല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി. കാരണം എന്താണ്? ഫ്രണ്ട്സിനും നമ്മൾ ശരിക്ക് പിടുത്താൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സും ഉമ്മയും ഉപ്പയും കാണൂല എന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തും. അവിടെയുള്ളതാണ് നമ്മളെ ശരിക്കുള്ള പേഴ്സണാലിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ സീക്രട്ട് ലൈഫാണ് നമ്മുടെ ശരിക്കുള്ള പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളെ സീക്രട്ട് ലൈഫിനെ കുറിച്ച്, നേരത്തെ മരണത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ? കൈ പൊക്കണ്ടാരോ? ക്വസ്റ്റ്യനാണ്. നിങ്ങളെ സീക്രട്ട് ലൈഫിനെ കുറിച്ച്, ഞാൻ എൻ്റെ രഹസ്യമായി ഉപ്പയും ഉമ്മയും ഫ്രണ്ട്സ് ഒന്നും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഈ സ്വഭാവമുള്ള ആളാണ്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? നമ്മൾ വിചാരിക്കുന്നു ഇത് ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല, ആരും കണ്ടിട്ടില്ല, കേച്ചിലായി. യെസ്, ഇത് ചെറിയ ടെക്നിക്ക് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ അല്ലേ? നമ്മളെ ഫോണ് ചെക്ക് ചെയ്താൽ മതി നമ്മളെ ശരിക്കുള്ള പേഴ്സണാലിറ്റി കിട്ടാൻ മതി. സംശയം ഉണ്ടോ? ഞാൻ വെറുതെ പറയും, നിങ്ങൾ സ്വന്തം ഒരു ഫോണ്, ഞാനൊരു വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നു, നിങ്ങൾ എല്ലാവരോടും ഇത് ഓപ്പൺ ആക്കാൻ പറഞ്ഞു. നിങ്ങളെ ഫോണിൽ നിങ്ങൾ ഓപ്പൺ ആക്കി. പക്ഷെ ഓപ്പൺ ആക്കണ മുമ്പ് ഒരു പരസ്യം വരും. കറക്റ്റ്? നിങ്ങളെല്ലാവരും ഫോണിലും വരുന്ന ഒരേ വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കുന്നത് കേട്ടോ, പരസ്യം സെയിം ആകുമോ? വൈ? എന്തുകൊണ്ടാണ് പരസ്യം സെയിം ആവാത്തത്? ടേസ്റ്റിനനുസരിച്ചിട്ടല്ല. എന്താണ് അറിയോ? ഞാൻ ആവശ്യം വേറെ ഇതിലേക്ക് കണക്ട് ചെയ്ത് മാത്രം പറയാണ്. നിങ്ങളെ ഫോണിൽ നിന്ന്, ആ ഫോണിൽ കണക്ട് ചെയ്ത ഗൂഗിൾ ID-യിൽ നിന്ന് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, മറ്റ് ആപ്ലിക്കേഷനോ വഴിയിലും ഗൂഗിളിലോ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി റീസെൻ്റായി സെർച്ച് ചെയ്യുന്നത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യമാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വരിക. നമ്മൾ ഹിസ്റ്ററിയിൽ പോയിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും, നമ്മളെ ഫോണിൽ നോക്കിയാൽ കാണൂല. യൂട്യൂബ് ഹിസ്റ്ററിയിൽ ആ വീഡിയോ ഉണ്ടാവില്ല, പക്ഷേ അതിന് റിലേറ്റഡ് ആയ പരസ്യം വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഫോണിൽ നിന്ന് അത് സെർച്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ, ചെയ്യാറുടെ ക്ലാസ് തുടങ്ങി, ഓൺലൈൻ ക്ലാസ് തുടങ്ങിയില്ല കോവിഡിന്റെ സമയത്ത്. ഒരു വെല്ലിപ്പരിച്ചിട്ട് മരണ ചീത്ത, നിങ്ങൾ എന്ത് വൃത്തിയട്ട പരസ്യമാണ് ഈ യൂട്യൂബ് ഖുറാൻ ക്ലാസിന്റെ ഇടയിലിട്ടുണ്ട്. ഞങ്ങളാണ് കുറ്റക്കാര്? അല്ല, ആ വെല്ലിപ്പാന്റെ ഫോൺ ഉപയോഗിച്ചിട്ട് ആരോ ഒരാൾ വൃത്തികെട്ട വീഡിയോ കാണുന്നുണ്ട്, അപ്പൊ അത് റിലേറ്റഡ് ആയ പരസ്യം ഇവിടെ കാണിക്കും. യെസ്, എന്ന് വെച്ചാൽ ഗൂഗിൾ നമ്മളെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ഡിലീറ്റ് ആക്കിക്കണമെങ്കിലും ഗൂഗിൾ മനസ്സിലാക്കുന്നുണ്ട്. ആം ഐ കറക്റ്റ്?
നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളെ ഫ്രണ്ട് നിങ്ങൾ രാത്രിയിൽ കിടക്കാൻ പോവാണ്. കിടക്കാൻ പോകുന്ന ഡ്രസ് കോഡ് ഇതാണോ? ആവില്ല. ടീഷർട്ടോ എന്തെങ്കിലുമൊക്കെ ആവും. നോർമലി വളരെ കാഷ്വൽ ഡ്രസ്സായിരിക്കും കിടക്കാൻ സൗകര്യത്തിന്. അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചു, വളരെ ക്ലോസോട് പെൺകുട്ടിയെ വിളിച്ചു കേട്ടോ. കോൾ അറ്റൻഡ് ചെയ്തു. നാളെ മോളെ എങ്ങനെ വന്ന് ഫസ്റ്റ് എപ്പോ എങ്ങനെ എഴുതി ഡിസ്കസ് ചെയ്യുന്നു. ഓടി മോളെ ശരി കട്ടാക്കി അല്ലേ? വീഡിയോ കോളില് ആ കുട്ടിന്റെ വീഡിയോ കാണാം, നിങ്ങളെ വീഡിയോ കാണാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ഈ ഫോണിൽ നിന്ന് നിങ്ങളെ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് നേരെയാണ് നിങ്ങൾ വീഡിയോ കോൾ സംസാരിച്ച് നിങ്ങളെ വീഡിയോ പോയത്. ആം ഐ കറക്റ്റ്? അല്ല, റോങ് ആണ്. ഈ ഫോണിൽ നിന്ന് വാട്സപ്പിന്റെ സെർവറിലേക്ക് നിങ്ങളെ വീഡിയോ പോയി, അവർ അത് സ്റ്റോർ ചെയ്തു. ആ സെർവറിൽ നിന്ന് നിങ്ങളെ ഫ്രണ്ടിന്റെ വീഡിയോയിലേക്ക് പോയി എന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ടും കട്ടാക്കിയാലും നിങ്ങൾ സംസാരിച്ച വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എവിടെ ഉണ്ട്? വാട്സപ്പിന്റെ സെർവറിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കട്ടാക്കി ഒഴിവാക്കിയതും ആരെടുത്ത് വെച്ചിക്കണ്? വാട്സപ്പ് എടുത്തു വെച്ചിക്കണ്. സംശയം ഉണ്ടോ? ദെൻ നെക്സ്റ്റ്, ഈ ആപ്പ് നിങ്ങൾക്ക് അറിയാം, ഒരു നടുവിലുള്ള കാണുന്ന ആപ്പ്, നേരെ നടുവിൽ ഇൻസ്റ്റാഗ്രാം അല്ലേ ഈ ആപ്പ്, എന്താണ് അതിന് പറയാ? ഗൂഗിൾ മാപ്പ് അല്ലേ? ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കലുണ്ട് നിങ്ങളൊക്കെ? ഉപയോഗിക്കലുണ്ട്. ഇന്ന് ഗൂഗിൾ മാപ്പിൽ മേലൊരു എന്റെ ഫോട്ടോ കൊടുത്തു. എന്റെ ഫോട്ടോ കൊടുക്കാൻ കാരണം എന്റെ ഐഡിയിലുള്ള ഫോൺ ആയതുകൊണ്ടല്ലേ? ഓക്കെ, എന്റെ ഫോട്ടോ ഉള്ള ബട്ടൺ അമർത്തി, അപ്പൊ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിലൊരു ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ സൈഡ് ബട്ടന്റെ ഫോണിൽ മാത്രമുള്ള ഓപ്ഷൻ ഒന്നുമല്ല കേട്ടോ, എല്ലാവരുടെ ഫോണിലും ഉണ്ടാവേ. അപ്പൊ യുവർ ടൈം ലൈൻ എന്നുള്ള ഓപ്ഷനെ ഞാൻ ക്ലിക്ക് ചെയ്തെന്ന് കേട്ടോളിട്ടോ. യുവർ ടൈം ലൈൻ, നിങ്ങൾ ഇന്ന് രാവിലെ 9:30 കൽപ്പകഞ്ചേരി ഉണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് പറയും 9:30 രാവിലെ കൽപ്പകഞ്ചേരി ഉണ്ടായിട്ടുണ്ടാവും. കാരണം എന്റെ വൈഫ് ഹൗസ് ഇന്ന് രാവിലെ വരുന്നത്, അപ്പൊ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ശരിയാണ്. അങ്ങനെ നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ 9:30 മുതൽ 10:11 വരെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങോട്ട് വന്നത്? ഞാൻ വന്ന പിന്നെ ഇത് വിസിറ്റഡ് PSM കോളേജ്. ഞാൻ PSM കോളേജ് പോയിട്ടില്ല, പക്ഷെ അതിന് മുമ്പിലുള്ള ബ്രാൻഡോയിൽ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ നുഫൈലിന്റെ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. ശരിയാണ്. അവിടെ ഞാൻ വിസിറ്റഡ് ബ്രാൻഡോ 10:11 മുതൽ 12:40 PM. ശരിയാണ്. 12:40 ഞാൻ അവിടുന്ന് ഇറങ്ങി ന്യൂമാൻ സുബിലിന്റെ കല്യാണത്തിന് പോയി. ശരിയാണ്, ഓർമ്മയുണ്ട്. ശരിയാണ്. അവിടെ ഞാൻ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു. 12:40 മുതൽ 12:52 വരെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്തു. എവിടെ എത്തി? 12. നിങ്ങളോട് ചോദിക്കാണ്, ന്യൂമാൻ സുബിലിന്റെ കല്യാണത്തിന് പോയിക്കണല്ലേ? എപ്പോഴാണ് അവിടെ എത്തിയത്? അവിടെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ ഗൂഗിള് എന്നോട് പറയുന്നത് കേൾക്കിങ്ങള്. ഗൂഗിൾ പറയാണ്, നിങ്ങൾ PCM ഇവന്റ്സ് ഓഡിറ്റോറിയത്തിൽ എത്തിയത് 12:52 1:36 വരെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല അവിടെ നിന്ന് എപ്പോഴും ഇറങ്ങി എന്നുള്ളത് കേട്ടോ. അങ്ങനെ കേട്ടോളൂ നിങ്ങള്. പിന്നെ നിങ്ങൾ യാത്ര ചെയ്തു, 44 കിലോമീറ്റർ യാത്ര ചെയ്തു, 3 അവർ 16 മിനിറ്റ് യാത്ര ചെയ്തിട്ടുണ്ട്. എങ്ങനെ? 1:36 മുതൽ 4:53 വരെ യാത്ര ചെയ്തിട്ടുണ്ട്. ശരിയാണ്. ഞാൻ ചങ്ങനകുളമൊക്കെ പോയി തിരിച്ചു വരുന്ന സമയമാണത്. അങ്ങനെ വിസിറ്റഡ് സ്നേഹ ഓഡിറ്റോറിയം പ്രോഗ്രാം നടന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ നിങ്ങൾ മോട്ടോർ സൈക്കിൾ 5 മണി മുതൽ 7:26 വരെ സഞ്ചരിച്ചു. ഇവിടെ എപ്പോഴും എത്തിയത് വെച്ചാൽ എനിക്ക് ഓർമ്മ, നിങ്ങൾക്ക് ഓർമ്മ എത്തിയ സമയമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞതാ 7:26 നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നോട് പറയാണ്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് പറയാണ്, അൽ ഫിത്ര പ്രീ സ്കൂൾ കൊടക്കാട് റോഡ്, കൊടക്കാട്, കേരള. പിന്നെ ഹിയർ നൗ, നിങ്ങളിപ്പോ അവിടെയാണുള്ളത്. സംശയം ഉണ്ടെങ്കിൽ ആർക്കും നോക്കാം. ഇതാണ് ഗൂഗിളിലെ ടൈം ലൈൻ ഇന്നത്തേത് കേട്ടോ. ഇന്നെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഈ ഗൂഗിൾ വെർബയുടെ മേലെ ടുഡേ എന്നല്ല കൊടുത്തിക്കണത്. ഞാൻ ടുഡേ എടുത്തു, അപ്പൊ കലണ്ടർ വന്നു. അപ്പൊ ഞാൻ വെറുതെ രസത്തിന് എന്താക്കി, 2024 മാറ്റി 2023 കൊടുത്തു. അപ്പൊ പിന്നെ 2023 മെയ് മാസം ഓപ്പൺ ആയി വന്നു കേട്ടോ. ശ്രദ്ധിക്കണേ, ഓപ്പൺ ആയി വന്നു. അപ്പൊ ഞാൻ മെയ് മാസം 10-ാം തീയതി സെലക്ട് ചെയ്തു. വെറുതെ രസത്തിന് എടുക്കട്ടെ, നോക്കാം നമുക്ക്. അപ്പൊ അതാ എന്തോ ലോഡാവുണ്ട്. എനിക്കറിയില്ല എന്താ ലോഡാവണത്, നോക്കാം നമുക്ക്. ഇതായി. അന്ന് സൗപർണിക, അന്ന് വൈഫ് ഹൗസ് തന്നെ കേട്ടോ. ഞാൻ എന്താണെന്നറിയില്ല. സൗപർണിക ഇന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്, ഒരു കൊല്ലം മുമ്പ്. അന്ന് ഞാൻ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്തു 10:34 11:26 വരെ. അന്ന് പെം സ്കൂൾ എന്ന് വെച്ചാൽ പരപ്പനങ്ങാടി നമ്മളെ ECC സ്കൂളിൽ എത്തിയിട്ടുണ്ട്. 11:26 മുതൽ 4:34 വരെ. അന്ന് മോട്ടോർ സൈക്കിളിൽ യാത്ര 4:51 PSM കോളേജ്, അതും ബ്രാൻഡോ തന്നെയാണുള്ളത്. അന്നും ബ്രാൻഡോക്ക് വന്നിരിക്കണം. പക്ഷെ അവിടെ എന്ത് ചെയ്തു? അവിടെ ആ ബ്രാൻഡോ എന്ന് കൊടുത്തതിന് കൂടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടെങ്കിൽ കണ്ടോ? ഫോട്ടോസ് ലോഡ് ഞാൻ ഓപ്പൺ ആക്കി തരാം. കണ്ടോ?
കണ്ടില്ലേ? യെസ്, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അന്ന് ഞാൻ തിന്ന ഭക്ഷണമാണ്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്തോ കുറിക്കാൻ വാങ്ങി തിന്നിക്കുന്നു ഞങ്ങളുടെ ബുഫേയിൽ ഞാൻ ടീമൊക്കെ കൂടി. ഇനിയോ ഇങ്ങോട്ട് മാറ്റി കണ്ടോ ഫോട്ടോ കണ്ടില്ലേ? അന്ന് എന്റെ കൂടെ ആരാ ഉണ്ടായിരുന്നുള്ളത് എന്ന് വെച്ചാൽ എന്റെ ഗൂഗിൾ ID ഉള്ള ഫോണിൽ നിന്ന് ഞാൻ എടുത്ത ഫോട്ടോ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആരെടുത്ത് വെച്ചിക്കണ്? ഗൂഗിള്. യെസ്, റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, എന്താ തിന്നുന്നത്, എത്ര സമയം ബൈക്കിലാണോ കാറിലാണോ കൂൾ ബാറിലാണോ ക്ലാസ് കട്ട് ട്യൂഷന്റെ പേരും പറഞ്ഞ് കറങ്ങാൻ പോയതാണോ, ഫ്രണ്ടിന്റെ ഒപ്പാണോ, ഫ്രണ്ട് എന്ന് വിളിക്കുന്ന ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ ഒപ്പാണോ, ആരെങ്ങളെ കൂടെ എന്താ ഉണ്ടായിരുന്നു എന്നുള്ളത് ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറെയൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മനുഷ്യനുണ്ടാക്കിയ ഗൂഗിളിന് അങ്ങനെ നിങ്ങളെ ഉറപ്പിക്കാൻ വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന് നമ്മളെ വാച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ആ അള്ളാഹു നമ്മളെല്ലാ ബിഹേവിയറും രാത്രിയിൽ ഉറങ്ങണ സമയത്തും ഒറ്റക്കാവുമ്പോഴും നമ്മളെ ശരിക്കുള്ള സീക്രട്ട് ലൈഫ് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ദെൻ ഫോർത്ത് പോയിന്റ് ഇസ്ലാമിക് ബിഹേവിയർ, എൻ്റെ പെരുമാറ്റം, എനിക്ക് മറ്റുള്ളവരുമായി റിലേഷന് കാര്യങ്ങളിൽ അള്ളാഹു എനിക്ക് എത്ര മാർക്കിടും, എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ രഹസ്യ ജീവിതത്തിന് അള്ളാഹു എനിക്ക് എത്ര, 4ന്റെ നേരെ നിങ്ങൾക്ക് 10 ഉണ്ടാവും, 10 മാർക്കിടാം. അള്ളാഹു എൻ്റെ രഹസ്യ ജീവിതത്തിന്, എൻ്റെ ബിഹേവിയറിന് പടച്ചവൻ എത്ര മാർക്കിടും? ഞാൻ പറഞ്ഞു 20 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറുത്, പക്ഷെ പടച്ചവന് മുന്നിൽ എന്തല്ല, പാസ് മാർക്കെങ്കിലും കിട്ടണം. പടച്ചവനാ കുഴപ്പമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞതിന് എന്തുള്ളൂ? 1ാമത്തെ പോയിന്റ് ഉള്ളൂ കേട്ടോ. യെസ്. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? നെക്സ്റ്റ് വൺ തഖ്വ. ഖുർആൻ അടുത്ത് പറയാം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ തഖ്വ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾക്ക് തഖ്വ ഉണ്ട് എങ്കിൽ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ചിന്തയിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന അമല് നന്നായി ചെയ്യാനും, അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ചിന്തയിൽ നിന്ന് ചെയ്യുന്ന ഒരു തെറ്റിൽ നിന്ന് പിന്തിരിയാനും നിങ്ങൾക്ക് കഴിയണം. ഒരു തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയപ്പോ പടച്ചോൻ കാണുന്നുണ്ട് എന്ന പേടിയിൽ നിന്ന് ഞാൻ ചെയ്യാറില്ല. പടച്ചോൻ ഞാൻ ചെയ്യുന്ന നന്മകൾ കാണുന്നുണ്ട്, നല്ലപോലെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നന്നായി ചെയ്യും വേണം. ഇത് തഖ്വന്റെ ഒരു ബേസിക് അടയാളാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ എന്ന് ആർക്കറിയില്ലെങ്കിലും അത് ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. അൺബോക്സിങ് യുവർ തഖ്വ എന്ന് അൺബോക്സ് ചെയ്ത് പൊളിച്ചു നോക്കിയാൽ അള്ളാഹുവിന് മുത്തഖിയാണ് ഇവള് മുത്തഖിയാണ് കേട്ടോ എന്ന് അള്ളാഹിന്റെ ലിസ്റ്റിൽ ഉണ്ടാവുമോ എന്നാണ് ചോദ്യം. നമ്മളെ ലിസ്റ്റ് നമ്മൾ ഇപ്പൊ ഇട്ടു, നമ്മളെ ലിസ്റ്റിലെ മാർക്ക്. നമ്മളെ തെക്ക് മലക്കൾ ചോദിക്കുന്ന പഠിച്ചോനുണ്ട്, പഠിച്ചോനെ ഇവളെ തെക്കുവ എത്ര ഉണ്ടാവും, എത്ര മാർക്ക് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ രഹസ്യ ജീവിതം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം, എൻ്റെ തെക്കുവ എല്ലാത്തിനും ബാധിക്കുമല്ലോ അല്ലേ? മൊത്തത്തിൽ അള്ളാഹു എനിക്ക് 1 പോയിന്റ് തരുമോ? ഒന്ന് തരാൻ മാത്രം തെക്കുവ ഞാൻ തെളിയിച്ചിക്കണോ പടച്ചോന്റെ മുന്നിൽ? നമ്മൾ തെക്കുവ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് എല്ലാം കൊണ്ടും, ഒരു കുട്ടി അറിയില്ല ഞാൻ അത് ചെയ്തത്, ഒരു കുട്ടി കണ്ടിട്ടില്ല, ഫോൺ ഇൻ്റെ അടുത്താണ്, ഞാൻ ഡിലീറ്റ് ആക്കി, ഒക്കെ സെറ്റാണ്, ആരും പറഞ്ഞിട്ടില്ല ഈ സമയം വരെ. ആ തെറ്റ് ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നിന്ന് അതിൽ ഞാൻ പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെക്കുവ ഉണ്ടായിരുന്നു. അതല്ല, ആ സമയത്ത് ഞാൻ ചെയ്തിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തില്ല? തെക്കുവ. എൻ്റെ ഡ്രസ് കോഡിലും സംഘടനാ ജീവിതത്തിലും സംസാരത്തിലും മാത്രം എന്തുള്ളൂ? തെക്കുവുള്ളൂ. ഓക്കെ, മാർക്കിട്ടോ? Then last one
റിലേഷൻ വിത്ത് ഖുർആൻ. റിലേഷൻ വിത്ത് ഖുർആൻ. ഞാൻ ക്യാമ്പ് എന്ന് തുടങ്ങിയത് ഇന്നലെ മുതലുള്ള നമ്മൾ എടുക്കൂല കേട്ടോ. ഇന്നലെ മുതൽ ലിസ്റ്റ്ക്ക് അലൗഡ് അല്ല. ഇന്നലത്തേന് മുമ്പുള്ള ദിവസം മുതൽ നമുക്ക് അലൗഡ് ഉള്ളൂ. 10 നിർത്തട്ടോ. ഞാൻ നിർത്തിക്കാൻ വന്നല്ലോ. ഇത് ഈ സാധനം ആയതുകൊണ്ടേ ഇമോഷൻ കുറച്ച് കുറഞ്ഞിട്ട് ആക്ടിവിറ്റി ആകുമ്പോൾ കഴിഞ്ഞാൽ വരെ മനസ്സിലുണ്ടായിക്കോളും ഈ ഓരോന്നെ സ്വന്തം ഇവാലുവേറ്റ് ചെയ്ത സാധനങ്ങൾ. ഓക്കെ, ഖുർആൻ ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ബന്ധം എന്താ? ഖുർആൻ ഓതണം അല്ലേ? ഖുർആൻ ഓതണം. എപ്പോഴാണ് ഓതേണ്ടത്? മഗ്‌രിബ് സുബഹി വിട്ടാണ് നിങ്ങൾ. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ റമദാൻ മാസം വരുമ്പോൾ എപ്പോഴും ഖുർആൻ ഓതണം അല്ലേ? ഖുർആൻ ഇല്ലാത്ത വീട് അല്ലെങ്കിൽ വീട്ടിൽ ഖുർആൻ ഓതുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ജീവനില്ലാത്ത ശരീരം പോലെയാണ്, മരിച്ച ആളമാരിയാന്നാണ് ഒരു വീട് അല്ലേ? ചെറിയൊരു എക്സാമ്പിൾ ഞാൻ എവിടെയും പറഞ്ഞു, നിങ്ങൾ കേട്ടോ ഒന്നും കേൾക്കട്ടോ. ഞാൻ പിന്നെ എറണാകുളത്ത് ഒരു ദർബാർ സ്ക്വാഡിന് പോയപ്പോഴേ അവിടെ ഒരു വീട്ടിൽ സ്ക്വാഡിന് പോയി, ഷോർട്ടാക്കി പറയാം. അപ്പോൾ അവിടെ ഒരു ഹരിജൻ ഫാമിലി ആയിരുന്നു, ഹിന്ദുസിന്റെ വീടാണ്. അപ്പോൾ നമ്മൾ സ്ക്വാഡിന് പോയതല്ലേ, നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വന്നാണെങ്കിൽ എൻ്റെ മോള് സൗമ്യക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞു. ഹിന്ദു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, സൗമ്യക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം, എന്താ ഇവിടെ എവിടുന്ന് പഠിച്ചതെന്ന് ചോദിച്ചു. അവൾ MA ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുകയാണ്. അപ്പോൾ അവളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളുമായി കുറേ കാര്യം സംസാരിച്ചു. അവൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം ഇതാണ്. അവൾ പറയുന്നത്, എൻ്റെ കൂടെയുള്ള കുറേ മുസ്ലിം പെൺകുട്ടികൾ പിന്നെ അവരെന്ത് വെച്ചാൽ അവർ ഇസ്ലാമികമായിട്ട് ജീവിക്കണില്ല. ഞാൻ അവരോട് കുറേ പറഞ്ഞു, ഇസ്ലാം ഇങ്ങനെ അല്ലല്ലോ കുറേ പറഞ്ഞു കൊടുത്തു, അവർ കേൾക്കണില്ല. അവസാനം ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്സ് എടുത്തിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഇത് ഇസ്ലാം ഇങ്ങനെ അല്ല, നിങ്ങളെ കോല ഇസ്ലാമിൻ്റെ കോല അല്ല എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ സ്ട്രൈക്ക് ചെയ്തത്, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് വായിച്ച് മുഹമ്മദ് നബീനെ കുറിച്ച് വായിച്ച് അവസാനം മുഹമ്മദ് നബീൻ്റെ വഫാത്ത് എത്തിയപ്പോൾക്ക് സങ്കടം വന്നുപോയി. എന്ത്? മുഹമ്മദ് നബീൻ്റെ വഫാത്തിനെ കുറിച്ച് വായിച്ചപ്പോൾ സൗമ്യക്ക് സങ്കടം വന്നു. മുഹമ്മദ് നബീൻ്റെ വഫാത്തിനെ കുറിച്ച് വായിച്ച എത്ര ആൾ ഇവിടെ ഉണ്ടാവും? കൈ പൊക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണ മൊമെന്റിനെ കുറിച്ച് നല്ലപോലെ വായിച്ച ആൾക്ക് സങ്കടം വരും. ഏത് സൗമ്യ വരെ വായിച്ച് ഞാൻ ഇത്ര, പിന്നെ എങ്ങനെ ഞാനൊരു മുസ്ലിമാക്ക് യോഗ്യത ഉണ്ടാവും? ഇതൊക്കെ കഴിഞ്ഞ് പോയി ഞാൻ ആകെ ഷോക്കായി തിരിച്ചു പോരുന്നു. അപ്പോൾ ഞാൻ സൗമ്യനോട് ചോദിച്ചു, എൻ്റെ കയ്യിൽ ഖുർആൻ പരിഭാഷ ഉണ്ട്, 5 സൂറത്തിലെ ഖുർആൻ പരിഭാഷയാണ്. സൗമ്യനോട് ചോദിച്ചു, സൗമ്യ ഈ ഖുർആൻ പരിഭാഷ ഞാൻ തരട്ടെ, എത്ര ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളല്ലേ, ഇതൊന്ന് വായിക്കണം. ഞാൻ വലിയ സംഭവമായി ചോദിച്ചാട്ടോ. പക്ഷെ ഞാൻ ഐസാക്കി സൗമ്യ. സൗമ്യനോട് പറഞ്ഞു, ഈ വീട്ടിൽ ഖുർആൻ പരിഭാഷ ഉണ്ട് എന്ന്. അടുത്ത പോയിന്റാണ് നമ്മളെ മനസ്സിൽ കൊള്ളേണ്ടത്. ഞാൻ ഖുർആൻ പരിഭാഷ മുഴുവനും വായിച്ച് തീർത്തിട്ടുണ്ട് എന്ന്. 22 വയസ്സുള്ള സൗമ്യ. എന്നാല് ശരി, ബാക്കി സൗമ്യ മനസ്സിലാക്കി പോകുന്നില്ല. അപ്പം എന്ത് ചെയ്യാനാണ്? അപ്പോഴാണ് എന്നെ വല്ലാതെ ആട്ടിയല്ല 6236 ആയത്തുള്ള ഖുർആനിലെ ഇത്ര അട്ടി മാത്രമുള്ള ഖുർആൻ ഇത്രയും കൊല്ലം പഠിക്കാനും വായിക്കാനും എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ട് ഞാൻ എത്രത്തോളം അത് വായിച്ചു എന്നുള്ളത് ചോദ്യമാണ്. ഇങ്ങനത്തെ സൗമ്യമാരുണ്ടാവുമ്പോൾ നാളെ പരലോകത്ത് ഖുർആനിന് അള്ളാഹു ഖുർആൻ്റെ പ്രത്യേകത ഉണ്ട്. ഖുർആൻ യശ്ഫാനിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ശുപാർശകളിൽപ്പെട്ട ഒരാളാണ് ആര്? ഖുർആൻ അവിടെ കൊടുന്ന് നിർത്തി, നമ്മളെപ്പോഴും കൊടുന്ന് നിർത്തി. അള്ളാഹ് ചോദിക്കുകയാണ് ഖുർആനോട്, ഇവളെ കുറിച്ചിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം? ഖുർആൻ നമ്മളെ കുറിച്ച് എന്തു പറയും? നമ്മൾ ഖുർആനെ ചേർത്ത് വെക്കുന്നവളാണ്, അവൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്, എന്നെ ദിവസവും പാരായണം ചെയ്യുന്ന ആളാണ്, എന്നെ ബഹുമാനിക്കുന്ന ആളാണ്, എന്നെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്ന് പറയോ? അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ എൻ്റെ സംസാരമായ ഖുർആനിനെ ഇവൾ എത്രത്തോളം നെഞ്ഞേറ്റിയിട്ടുണ്ട്, എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട് എന്നതിൽ ഈ കോളത്തിൽ അള്ളാഹു നിങ്ങൾക്ക് എത്ര മാർക്കിടാം?
ഞാൻ ഖുർആനിനെ മായിട്ടുള്ള എൻ്റെ ബന്ധത്തിന് അള്ളാഹു എത്ര മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ഇടും? യെസ്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, നമസ്കാരം, ഇസ്ലാമിക് ഐഡന്റിറ്റി, ഇസ്ലാമിക് ബിഹേവിയർ, തഖ്വ ആൻഡ് ഖുർആൻ, ഈ 6 പോയിന്റിന് നമ്മളിട്ട മാർക്കാണ് ഈ 6 പോയിന്റ് വരെ. ശരിയാണോ? ശരിയാണോ? വേറെ കളർ സ്റ്റോക്ക് ഉണ്ടോ? ശരിയാണ്. വേറെ കളർ സ്റ്റോക്കില്ലല്ലോ. സോറി, ഞാൻ പറയാത്തോണ്ടാണ്. ദെൻ ഇതേ സാധനത്തിന് അള്ളാഹു നമുക്ക് എത്ര മാർക്കിടുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ള മാർക്കാണിത്. Am I correct? ശരിയാണോ? Yes or no? ഞാൻ ഒരു പോയിന്റ് പറയട്ടെ. ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഇടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? അതിന്റെ പകുതിയോ അതിന്റെ 10-1 ശരിക്കും കള്ളടൂല. ഞാൻ പറയാണ്, അള്ളാഹ് എനിക്ക് 10 മാർക്ക് ഇടുന്നു, ഞാൻ വെറുതെ പറയാം എനിക്ക് 10 മാർക്ക് അള്ളാഹ് തരും എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് അള്ളാന്റെ കണ്ണിലൂടെ അത് നോക്കുകയാണ്. നമ്മളെക്കാൾ മുൻകഴിഞ്ഞു പോയ നബിമാരും അവരെ ത്യാഗവും അവരനുഭവിച്ച പ്രയാസവും അവർ ദീനിന് വിളിച്ച് ത്യാഗം വെച്ച് നോക്കുമ്പോൾ നമ്മളിട്ട മാർക്കിന്റെ എത്രയോ കുറവാവും ശരിക്കുള്ള ഇടുന്ന മാർക്ക്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? യെസ്. അപ്പോ നമ്മളോ ഇവിടെ ഇട്ട മാർക്ക് കുറവാണ്. നമ്മളോ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കേട്ടോ, നിങ്ങളോ നിങ്ങളെ പേപ്പറിൽ നിങ്ങൾക്ക് അള്ളാഹ് തരുന്ന വിചാരിച്ച മാർക്ക് കുറവാണ്. ഞാൻ പറയുന്നു ഇതിനേക്കാൾ കുറവായിരിക്കും നിങ്ങളെ ശരിക്കുള്ള അള്ളാഹിന്റെ അടുത്തുള്ള മാർക്ക്. യെസ്, ഇത് നിങ്ങളിട്ട മാർക്ക്, ഇത് അള്ളാഹു തരുന്ന മാർക്ക്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഈസ് യുവർ ഡെത്ത്. ക്ലിയർ? മരണത്തിന് മുമ്പ് നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ, മരണത്തിന് ശേഷം നിങ്ങളുടെ ഇതിവിടെ. ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ. ഈ മാർക്കും വെച്ചിട്ട് നാളെ പടച്ചോന്റെ അടുത്ത് ചെന്നാൽ സ്വർഗത്തിന്റെ അടുത്തേക്ക് എന്നെ അടുപ്പിക്കുമോ? അതല്ല നരകത്തിന്റെ കഠോരമായ ശിക്ഷയാണോ എന്നെ കാത്തിരിക്കുന്നത്? നിങ്ങൾ മോശക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പേര് പോലും എഴുതാത്തൊരു പേപ്പറിനുള്ളിലുണ്ട് നിങ്ങളുടെ ലൈഫ്. സെൽഫ് ഇവാലുവേഷൻ ക്ലോക്ക്. ആ ക്ലോക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ ക്ലോക്ക് സഞ്ചരിച്ചിട്ട് ഒരു ടൈം എത്തുമ്പോൾ പറയും സ്റ്റോപ്പ്, യുവർ ടൈം ഈസ് ഓവർ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രസകരമായി പോകുന്നിടയിൽ എത്ര പ്രോഗ്രാമുകൾ, എത്ര ഫോട്ടോ, എത്ര വീഡിയോ, എത്ര സെൽഫി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എടുക്കുന്ന ഏതോ ഒരു സെൽഫി നിങ്ങളുടെ ലൈഫിൽ അവസാനത്തെ സെൽഫി ആയിരിക്കും. നിങ്ങളുടെ ഏതോ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിൽ അവസാനത്തെ വീഡിയോ ആണ്. ഗുൽസാർ മാഷ് വയനാട് വെച്ച് ഉമ്മാനെ ഊഞ്ഞാലാട്ടുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഗുൽസാർ മാഷിനും ഊഞ്ഞാലിരിക്കുന്ന ഉമ്മാക്കും മനസ്സിലായില്ല ഇത് ഗുൽസാർ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പൊന്നുമോന്റെ ജീവിതം ഒപ്പിയെടുക്കുന്ന അവസാനത്തെ വീഡിയോ ആണെന്ന് ഗുൽസാർ മാഷിന് എന്ത് ചെയ്തില്ല? മനസ്സിലായില്ല. നമ്മുടെ ഏതോ കൂടി അവസാന കൂടിയാണ്. നമ്മളിങ്ങനെ ക്യാമ്പസിൽ പോയി ഫോൺ ഉപയോഗിച്ച് റീൽസ് കണ്ട് ഷോർട്സ് കണ്ട് നമ്മൾ പറയുന്ന ഏതോ ഒരു സംസാരം നമ്മുടെ ജീവിതത്തിൽ അവസാന വാക്കായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഏതോ ഒരു അമല് നമ്മുടെ ജീവിതത്തിൽ അവസാന അമലായിരിക്കും. ഉണ്ടോ? ചേതാ നമുക്കറിയോ? ഇല്ല. പക്ഷേ ഖുർആൻ പറഞ്ഞെന്താണ്? വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. നിങ്ങൾക്ക് എന്ത് ചെയ്യൂല? ആ ടൈം എത്തിയാൽ അത് സ്റ്റോപ്പ് ചെയ്യും. ഇത് നിങ്ങളോട് പറയും എന്തെന്നറിയോ? ഇപ്പൊ നീ പറഞ്ഞ വാക്കില്ലേ, അതാണ് മോളെ നിന്റെ അവസാനത്തെ വാക്ക്. ഇപ്പൊ നീ എവിടെയാണോ ഉള്ളത് അതാണ് നിന്റെ അവസാനത്തെ സ്ഥലം. ഇപ്പൊ നീ എന്താണ് ചെയ്യുന്നത് അതാണ് നിന്റെ അവസാനത്തെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, തഖുല്ലാഹ്, അള്ളാഹനെ സൂക്ഷിച്ചോ, അള്ളാഹനെ സൂക്ഷിച്ചോ, അള്ളാഹനെ സൂക്ഷിച്ചോ. വലാ തമൂതുന്ന, നീ മരിക്കരുത് കേട്ടോ, ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, മുസ്ലിം അല്ലാതെ മരിക്കരുത്.
ഐജെമ്മിന്റെ പ്രവർത്തക എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു നിസ്കാരം നേരം മികച്ച് മടി കാണിക്കുമ്പോഴിടയിൽ എന്ത് ചെയ്യും? നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടാതെ മരിച്ചാൽ നിസ്കരിക്കാത്തവളായി മരിക്കണം. ഐജെമ്മിന്റെ പ്രവർത്തകയായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച് കോളേജിലേക്ക് കുട്ടികളും പറഞ്ഞപ്പോ ഇസ്ലാമിക കൾച്ചർ അങ്ങോട്ട് കൈവിട്ടു പോയി, അതിനിടയിൽ മരിച്ചാലോ ഇസ്ലാമിക കൾച്ചർ കൈവിട്ടവളായി മരിക്കണം. ആരോ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് എന്തോ തെറ്റായ ബന്ധങ്ങളും ചാറ്റിങ്ങും വീഡിയോ കോളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ ഇടയിൽ മരിച്ചാലോ ഒരു ഹറാമ് ചെയ്തുകൊണ്ട് മരിക്കണം. ഉമ്മാനെയും ഉപ്പാനെയും കബളിപ്പിച്ച് തെറ്റിലേക്ക് പോണ ഇടയിൽ മരിച്ചാലോ ആ ഹറാമ് ചെയ്ത് മരിക്കണം. ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ. ഖുർആൻ പറയുന്നുണ്ട്, ഖുർആൻ സ്വർഗ നരകങ്ങളെ കുറിച്ച്, പരലോകം, വിചാരണ, നിസ്കാരം, എല്ലാ കർമ്മങ്ങളും ഖുർആൻ പറയാത്ത കാര്യങ്ങളില്ല. 10,000 കാര്യങ്ങൾ പറഞ്ഞ ഖുർആന്റെ അവസാനത്തെ ഒരു ആയത്തുണ്ട്. ഖുർആൻ ഏറ്റവും അവസാനം അവതരിച്ചു എന്ന് പറയുന്ന ഒരു ആയത്ത് ഏതാണ് നിങ്ങൾക്ക്? നിങ്ങൾ എപ്പോഴും ഖുർആനിൽ വായിക്കുന്ന സാധനമാണ് എന്ത്? ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് യൗമൻ എന്നുള്ളത്. എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വാക്കാണ് യൗമൻ. വത്തഖൂ എല്ലാം പറഞ്ഞ് ഖുർആൻ ലാസ്റ്റ് പറയാണ് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ. ഞാൻ എല്ലാം പറഞ്ഞു, സൂക്ഷിക്കണേ. യൗമൻ, വൺ ഡേ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അന്ന് നിങ്ങൾ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന ദിവസമാണ്. ഉണ്ടോ? നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ചപ്പോൾ കരഞ്ഞില്ല നിങ്ങൾ? പക്ഷെ അവര് മരിച്ചു വെച്ചിട്ട് നമ്മളോട് ജീവിക്കാതിരിക്കണ്ടോ? അവരെ കുറിച്ച് ആലോചിച്ചിരിക്കണ്ടോ? എന്നാൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളൂ, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന നിങ്ങളെ ഉമ്മ പോലും നിങ്ങൾ ആലോചിച്ച് ഇവിടെ കരഞ്ഞുകൊണ്ട് കാലാകാലം ജീവിക്കൂല. പിന്നല്ലേ നിങ്ങളെ ഫ്രണ്ട്സ്? പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമില്ലാതെ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആ ഫ്രണ്ട്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹറാമ് ചെയ്യണത്? ഉണ്ടോ? കാരണം ഖുർആൻ പറഞ്ഞു യൗമൻ, ഒരു ദിവസം, യഫിറുൽ മർഉ, നിന്റെ അടുത്ത് നിന്ന് ഓടും. അള്ളാനെ കണ്ട നിന്റെ അടുത്ത് ഓടും. മോനെ, ആദ്യം ഓടുക നിങ്ങൾക്ക്? ബാക്കി എന്താ ആയത്ത്? യൗമ യഫിറുൽ മർഉ മിൻ, കേൾക്കണില്ലല്ലോ. ആഹ്, എന്താ ആഹ് എന്ന് ഖുർആൻ പറയിച്ച ആരെയാണ്? ബ്രദർ ആണോ? അല്ല, സഹോദരൻ, നിന്റെ കൂട്ടുകാരൻ, എന്നുവെച്ചാൽ നിന്റെ സുഹൃത്താണ് മോനെ ആദ്യം നിന്നിട്ട് ഓടുക. ആ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ താല്പര്യം ഇല്ലാഞ്ഞിട്ട് നീ കമ്പനി കൂടിയിട്ട് പല വേണ്ടാത്തരം ചെയ്തത്? പല നന്മയിലേക്ക് പോണ്ട സമയത്ത് ആ സുഹൃത്തിന് വേണ്ടിയിട്ടല്ലേ നിസ്കാരം കുറച്ച് നേരം വൈകിച്ചത്? പക്ഷെ അവന് നിന്നിട്ട് ആദ്യം ഓടുട്ടോ, നിന്നിട്ട് എറിഞ്ഞു ഓടും പരലോകത്തുനിന്ന്. കണ്ടോ? അൽ യൗമ, ഇതൊക്കെ ഞാൻ യൗമിച്ചിട്ട് പറഞ്ഞു. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിൻ, നിന്റെ വായക്ക് ഞാൻ സീൽ വെക്കും. അല്ലെ? തുക്കല്ലിമുന ഐദിഹിം, നിന്റെ എന്തിയും ഞാൻ നിന്റെ കൈയിനെ കൊണ്ട് സംസാരിപ്പിക്കും. വതഷ്ഹദു അർജുലുഹും, നിന്റെ കാല് പറയും നീ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. ഉണ്ടോ? ആലോചിച്ച് നിങ്ങൾ. അതുകൊണ്ട് ഡെത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഡെത്ത് ലൈഫാണ്, ഇത് ആഫ്റ്റർ ഡെത്ത് ആണ്. ആഫ്റ്റർ ഡെത്ത് ഇപ്പൊ നിങ്ങളിത് എന്താന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ മരണത്തിനെ കുറിച്ച് ഒരുപാട് ക്ലാസ് കേട്ടവരങ്ങൾ എല്ലാ ആളുകളും അന്ന് ആ സമയത്ത് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ അന്ന് പറഞ്ഞില്ല. പക്ഷേ അല്ലേ, നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്തത് ഞാൻ ആ പോയിന്റ്സ് പറയുന്നായിരുന്നു. ഞാൻ മനസ്സിൽ സംഘാടകർ പോലും ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങളാവൊന്നും പറയാന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. യെസ്, ഇവിടെ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് പകരം ഇന്ന് മരണത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ വേറെ ആൾ വരുന്നതെങ്കിൽ ഈ വിഷയമൊന്നും അവരിങ്ങോട്ട് പറയില്ല. അവർ ചിലപ്പോൾ ഖുർആനായത്തോ ഹദീസും വെച്ചിട്ട് ഒരു പ്രസംഗം നടത്തി പോകും. ഇന്ന് രാത്രി അള്ളാഹു എന്നെ ഇവിടെ എത്തിച്ച് മാത്രാണോ? നിങ്ങളെ എത്തിച്ചു, എന്നെ ഉപയോഗപ്പെടുത്തി. ഇന്ന് ഈ പോയിന്റ് ഞാൻ വല്ലാഹി, ഞാൻ ഇന്ന് ബൈക്ക് യാത്രയിൽ വരുമ്പോ താനൂരിനും പരപ്പനങ്ങാടിക്കിടയിലും എൻ്റെ മനസ്സിൽ വന്ന ആശയങ്ങളാണ് ഇങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. ഉണ്ടോ? എന്നുവെച്ചാൽ എന്നെ ഉപയോഗപ്പെടുത്തി എൻ്റെ തലയിലേക്ക് പഠിച്ചോണ്ട് ഈ ചിന്ത ഇട്ട് എന്നിട്ട് നീ ഇതെന്ന് അവിടെ പറയും. അവള് മനസ്സിലാക്കട്ടെ ഞാനുമായിട്ടുള്ള ബന്ധം എത്ര ഉണ്ട് എന്നുള്ളത്. അവള് മനസ്സിലാക്കട്ടെ അവളെ നിസ്കാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അവള് മനസ്സിലാക്കട്ടെ ഇസ്ലാമിക വ്യക്തിത്വം അവൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അവള് മനസ്സിലാക്കട്ടെ അവളെ പെരുമാറ്റത്തിൽ എത്രത്തോളം അനിസ്ലാമിക ഉണ്ടെന്നുള്ളത്. അവള് മനസ്സിലാക്കട്ടെ അവൾക്ക് തെക്കുവ കുറവാണെന്നുള്ളത്. അവള് മനസ്സിലാക്കട്ടെ ഖുർആനുമായിട്ട് ഒരു ബന്ധവും ഇപ്പൊ അവൾക്കില്ല എന്നുള്ളത്. ഉണ്ടാവും. എന്നെ ഉപയോഗപ്പെടുത്തി അള്ളാഹു നിങ്ങളെ അത് കൃത്യമായി കൊണ്ട് ഓർമ്മപ്പെടുത്തി. ഉണ്ടാവും. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു അനുഭവം കൂടി പറയാൻ സംസാരം അവസാനിപ്പിക്കാൻ കേട്ടോ. എൻ്റെ നാട്ടിൽ
കഴിഞ്ഞ റമദാനിൽ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, നാട്ടിൽ നല്ല ആക്റ്റീവാണ്. അവൻ എറണാകുളത്തെ ജോലിയാണ്. അങ്ങനെ അവൻ്റെ ഉമ്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കി ഒരു സർജറിക്ക് വേണ്ടിയിട്ട്. മേജർ സർജറിയാണ്. ഡോക്ടർമാർ പറഞ്ഞു, ഈ സർജറി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല, അതുകൊണ്ട് വേണ്ടപ്പെട്ടവരെ വിളിച്ച് കാണണം. അങ്ങനെ ഉമ്മാന്റെ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എറണാകുളത്ത് നിന്ന് മോന് ജോലി ലീവ് എടുത്തിട്ട് വെള്ളിയാഴ്ച അവിടെ എത്തി. വെള്ളിയാഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തി. എന്തിനാ വന്നത്? ഉമ്മ എങ്ങാനും മരിച്ചാലോ, ഉമ്മാനെ അവസാനം നോക്ക് കാണണം. അങ്ങനെ ഹോസ്പിറ്റലിൽ ഉമ്മാനെ കണ്ടു ഇരിക്കുന്ന രാത്രി അവനക്ക് നല്ലൊരു പനി വന്നപ്പോ മെഡിക്കൽ കോളേജിലല്ലേ, അവരുടെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങി. അടുത്ത ദിവസം ശനിയാഴ്ച ആയപ്പോ അവന് പനി നല്ലോണം കൂടി. ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എന്താണ്? ഡെങ്കി വൈറസ് ആണ്. ഉണ്ടെന്ന് മാത്രമല്ല ഒരുപാട് കൂടുതലാണ്. കൂടുതൽ ക്ഷീണിതനായി. ശനിയാഴ്ച പറഞ്ഞു ICUയിലേക്ക് മാറ്റണം. ഞായറാഴ്ച രാവിലെ ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു വാർത്ത വന്നു വാട്സപ്പിൽ. ഫാദിൽ എന്ന് പറയുന്ന 22 വയസ്സുള്ള പയ്യൻ മരിച്ചിരിക്കുന്നു. ഞായറാഴ്ച രാത്രി അവൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. ഫ്രീസറിൽ അവനെ കിടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണോ? അല്ല, ഉമ്മാൻ്റെ സർജറി ഇന്നലെ കഴിഞ്ഞു, ഇന്ന് ഉമ്മാനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉമ്മ കൊണ്ടുവരുമ്പോൾ പറഞ്ഞില്ല. ഇവിടെ എത്താൻ നേരത്ത് ഉമ്മാനോട് പറഞ്ഞു മോനക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞു. ആ ഉമ്മ മരണത്തെ മുന്നിൽ കണ്ട് ഞാൻ മരിക്കുമെന്ന് ഉറപ്പിച്ച് ഓപ്പറേഷൻ തയ്യാറായി ഉമ്മ സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഞാൻ നൊന്ത് പ്രസവിച്ച മോനിതാ ഫ്രീസറിൽ മയ്യത്തായി കിടക്കാം. രണ്ട് ഉമ്മ മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഉമ്മനെ കാണാൻ വന്നതാ. പക്ഷെ ഉമ്മ മരിച്ചില്ല. ആരാ മരിച്ചത്? മോനാ മരിച്ചത്. നമ്മൾ വിചാരിക്കണ്ട എൻ്റെ ഉപ്പാക്ക് പ്രായമായി, എൻ്റെ വല്യമ്മയാണ് മരിച്ചതെന്ന് വിചാരിക്കണ്ട. പടച്ചോൻ്റെ കണക്ക് പുസ്തകത്തിൽ മരണത്തിന് എന്തില്ല? പ്രായമില്ല. നമ്മൾക്ക് മരിക്കാൻ ഒരു പനി മരണകാരണമാണോ? അല്ല. പക്ഷെ അത് മതി പടച്ചോൻ റൂഹ് പിടിക്കാൻ സമയം എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളി. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ നിങ്ങൾ ചെയ്തോളി. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇത് സഹീർ വട്ടത്തിന്റെ വാക്കാണോ? അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, വൈകുന്നേരമായാൽ നിങ്ങൾ നേരം വെളുക്കുമെന്ന് വിചാരിക്കരുത്. കാരണം രാത്രിയിൽ മരിക്കുന്ന എല്ലാവരും രാത്രി നേരം വെളുക്കുന്നത് കാണുന്നില്ല. പകല് മരിക്കുന്നവരോ ഫലാ തൻത്രൽ മസാ, വൈകുന്നേരത്തെയും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ പേപ്പർ തിരിച്ചു വെക്കണം. പേപ്പർ എടുക്കൂ, പേപ്പർ തിരിച്ചു വെക്കാം, ആരാരും കാണാതെ. എൻ്റെ ബാക്ക് സൈഡ് ഒരു സൈഡിൽ അല്ലെങ്കിൽ ബാക്കും വരച്ച് കയറിയവരെന്ത് ചെയ്യാം, അതിൽ തന്നെ നിങ്ങൾ എഴുതണം. ഉള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതണം. എന്ത്? എൻ്റെ ലൈഫിൽ ഈ ഇന്നത്തെ രാത്രിയോടുകൂടി ഞാൻ ഒഴിവാക്കാൻ പോകുന്ന മിനിമം 2 കാര്യങ്ങൾ. അധികം നിങ്ങൾക്ക് എഴുതട്ടോ. അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ ഷോർട്ടാക്കി എഴുതാനും കുഴപ്പമെനിക്കില്ല. ഇന്ന് രാത്രിയോടുകൂടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുന്നു? ട്രാഷിലും ഉണ്ടാവില്ല. അത് ചെക്ക് ചെയ്താൽ എല്ലായിടത്തും ഞാൻ ഡിലീറ്റ് ആക്കാൻ പോണ കാര്യം എൻ്റെ ലൈഫിൽ നിന്ന്. ഉള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതണം. അതേ പേപ്പർ തന്നെ എഴുതണം. അതിനപ്പോഴേ വില ഉള്ളൂ ആ സാധനത്തിന്. ആരും കാണണ്ട, ഒന്നും നിങ്ങൾ വേണ്ട. എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഇന്ന് ഒഴിവാക്കിയിരിക്കും എന്ന് പറയുന്ന സാധനം. അത് എഴുതി കഴിഞ്ഞാൽ തൊട്ട് താഴെ നിങ്ങൾ എഴുതണം, ഇന്ന് രാത്രി മുതൽ ഇനി എൻ്റെ മരണം വരെ ഞാൻ തുടരും എന്ന്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം നിങ്ങൾ എഴുതിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ എഴുതണ്ട. മറ്റുള്ള പേപ്പർക്കൊന്നും നിങ്ങൾ നോക്കണ്ട. ഇന്ന് രാത്രി മുതൽ ഇൻഷാ അള്ളാ. എക്സാം ചില ആൾക്ക് വിചാരിക്കണം എന്ത്, രാത്രി നിസ്കാരം ഞാൻ തുടങ്ങും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഖുർആൻ പാരായണം ഇനി മുതൽ ഞാൻ തുടങ്ങും, അങ്ങനെ എന്തോ ആവട്ടെ. ഞാൻ പറഞ്ഞു എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. എഴുതാം. വളരെ സിൻസിയർലി നിങ്ങൾ എഴുതണം. ഈ ചിത്രങ്ങൾ മനസ്സിലേക്ക് വരണം. കാരണം നമ്മൾ പറയുന്നത് നിങ്ങൾ എഴുതുന്നതിന് അള്ളാഹു ഏർപ്പെടുത്തിയ മലക്കുകളുടെ സാക്ഷി. നിങ്ങളിപ്പോൾ എഴുതി വെക്കുന്നത് മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്.
നിങ്ങൾ എഴുതുന്ന അതേ വാക്കുകൾ മലക്ക് എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ ബുക്കിൽ വരച്ച ചിത്രം ഉണ്ടല്ലോ, ഇത് കേവല ചിത്രമല്ല, നിങ്ങളെ ലൈഫാണ്. ഈ ചിത്രം റഖീബുൻ അതീദ് എന്ന് പറയുന്ന മലക്ക് കിതാബുൻ മർക്കൂം എണ്ണി 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 എഴുതുന്ന ഒരു ബുക്ക് ഉണ്ട്. അതിലിപ്പോ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരച്ചത് അതേപോലെ വരച്ചു വെച്ചിട്ടുണ്ട്. എഴുതി കഴിഞ്ഞ ഒരു നല്ല ഭദ്രമായിട്ട് മടക്കി ബുക്കിനുള്ളിലേക്ക് വെക്കാം. എല്ലാവരും വെക്കാം. നിങ്ങളോട് എല്ലാവരും പറഞ്ഞൊരു കാര്യം ഉണ്ടാവും, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, എപ്പോഴെങ്കിലും എടുത്ത് നോക്കണം എന്നൊക്കെ പറയും. ഞാൻ പറയുന്നു, ഇങ്ങനത്തെ ഒരു രേഖ ഉണ്ടായതായി ലോകത്ത് നിങ്ങളല്ലാതെ ആരും അറിയരുത്. ഈ പേപ്പർ ഇനി പുറലോകം കാണരുത്. ഇതാർക്കും കിട്ടാൻ പാടില്ല. ചുരുട്ടിക്കുട്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും ഉപേക്ഷിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് നിങ്ങളെ മനസ്സിൽ എഴുതി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ബുക്ക് ചെയ്ത് നിർബന്ധമില്ല. അതിനി ആരും കാണണ്ട. കാരണം നമ്മൾ ഇനി അതല്ല, നമ്മളൊരു പുതിയ ലൈഫാണ്. ഓക്കെ, ഒന്ന് സ്റ്റഡി ആയിരുന്നേ. നിങ്ങൾ എന്ത് ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് പ്രാർത്ഥിക്കാം. ഓക്കെ, സമയക്കുറവ് മൂലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് അള്ളാഹു നിങ്ങൾക്ക് നൽകി. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.